ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഞായറാഴ്ച രാത്രി ആശംസകൾ. ചെറിയ ചെറിയ സമ്പാദ്യങ്ങളാണ് വലിയ വലിയ തുകകളാകുന്നത്. പലരും കരുതുന്നത് ഒന്നിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് സമ്പാദിക്കുക. ഒരിക്കലും നടക്കുന്ന കാര്യമല്ലത്. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ വലിയ തുകയാണ് മാറുന്നത്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മെല്ലെ തിന്നാൽ പനയും തിന്നാമെന്ന്. അപ്പോൾ ഈ ഫേസ്ബുക്കിലും അതുപോലെയാണ്. ഒത്തിരി ആൾക്കാർ കണ്ടമാനം പോസ്റ്റുകൾ ഇടുന്നുണ്ട്. ഒത്തിരി മോശമായ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് അന്ന് ഇടുമ്പോൾ പലരും വളരെ മോശമായ പോസ്റ്റൊക്കെ ഇടുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ കൂടെ സൂററ്റിൽ എൻ്റെ ജോലിക്കാരൻ ചെയ്ത ഒരു പയ്യൻ, ബീഹാരി പയ്യൻ, എൻ്റെ ഭാര്യയുടെ തന്നെ ഒത്തിരി പോസ്റ്റുണ്ട്. ഭാര്യ കുളിക്കുന്നത്, ഡ്രസ്സ് ഇടുന്നത്, വസ്ത്രം മാറുന്നത്, പിന്നെ അതുപോലെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു. സ്വന്തം ഭാര്യയുടെ തന്നെ ഇടുമ്പോൾ റീച്ച് കിട്ടുന്നുണ്ട്. അതായത് ഒരു ദിവസം ഒരു വീഡിയോ ഒരു 10 മിനിറ്റ് ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് 30 സെക്കൻഡ് വീഡിയോ ഇടുമ്പോൾ തന്നെ അതിന് റീച്ച് ഒത്തിരി കിട്ടുന്നുണ്ട്. അത് 1 മില്യൺ വരെ റീച്ച് കിട്ടുന്നു. പക്ഷേ അതിന് പൈസ കിട്ടത്തില്ല. നല്ല ശതമാനം. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ AI മോഡിലേക്ക് മാറ്റിയതോട് കാരണം ഒത്തിരി വീഡിയോകളൊക്കെ AI കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്കൊക്കെ റീച്ച് കിട്ടിയാലും പേയ്മെൻറ്റ് കിട്ടത്തില്ല. അപ്പോൾ ഞാനും അതായത് ഫേസ്ബുക്കിൻ്റെ മുത്തച്ഛൻ ഓർക്കൂട്ട് തുടങ്ങിയ സമയം മുതൽ എനിക്ക് അക്കൗണ്ടുള്ള ഒരാളാണ്. ഞാൻ അധികം പ്രസൻസ് ആയിട്ടില്ല ഫേസ്ബുക്കിലൊന്നും, വളരെ റയറായിട്ടുള്ളൂ. പേയ്മെൻറ്റ് ഓപ്ഷൻ വന്നപ്പം തൊട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ ഇടാൻ തുടങ്ങിയത്. പോസ്റ്റൊക്കെ അപ്പോൾ എനിക്ക് ചെറിയ പേയ്മെൻറ്റായിട്ടൊക്കെ എടുത്തുള്ളൂ. അതായത് 10 പൈസ 5 പൈസ അങ്ങനെ പല തവണയായി വന്ന് എനിക്ക് $100 കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യ പേയ്മെൻറ്റ് വന്നു അക്കൗണ്ടിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് അക്കൗണ്ട് ഡീറ്റെയിലൊക്കെ കൊടുക്കണമായിരുന്നു. അത് പാൻ നമ്പർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽ, IFSC കൊടുത്തപ്പോഴാണ് വന്നത്. ടാക്സ് കട്ട് ചെയ്തിട്ടാണ് $100 കിട്ടിയത്. പിന്നെ പല മാസങ്ങളായിട്ട് കിട്ടി. ഇപ്പോൾ 1-2 മാസം എനിക്ക് കിട്ടിയില്ലായിരുന്നു. ഇപ്പം ഞാൻ കുറേ അങ്ങും ഇങ്ങുമൊക്കെ ചെറിയ പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്. ചെറിയ 10 പൈസ ഒക്കെ കിട്ടി ഇന്നെനിക്ക് ഈ മാസം എല്ലാ മാസവും എനിക്ക് 10-ാം തീയതി ഫേസ്ബുക്കിൻ്റെ ബില്ല് വരുന്നത്. ഈ മാസം 10-ാം തീയതി ബില്ല് വന്നപ്പോൾ 10-ാം തീയതി ബില്ല് വന്നാലും പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ 10-ാം തീയതി ബില്ല് കിട്ടി. അതിന് എനിക്ക് $27 അക്കൗണ്ടിൽ വന്നാൽ കാണിക്കുന്നു മൊത്തത്തിൽ. അപ്പം ഈ 3-4 മാസത്തെ കഷ്ടപ്പാടാണ് എനിക്ക് പേയ്മെൻറ്റ് വന്നത്. അങ്ങനെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടി. ആദ്യമായിട്ട് എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി. ഇപ്പോൾ പലരും ഓർക്കും ഈ പേയ്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. ചിലരെന്ത് ചെയ്യുന്നറിയോ, അടിച്ച് പൊളിച്ചങ്ങ് നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ കറങ്ങാൻ പോവും, സ്കൂൾ പോസ്റ്റ് ഇടാൻ വേണ്ടിയൊക്കെ. എന്നാൽ അത് നമ്മൾ അങ്ങനെ കിട്ടുന്ന പൈസകൾ നമ്മൾ ഒരു ഉപകാരത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ നാളെ നമുക്കൊരു പ്രയോജനമായി മാറും. ഇപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യം ഫേസ്ബുക്കിൽ നിന്ന് പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ഞാനത് പിന്നെ ഞാനൊരു ലാപ്ടോപ്പ് മേടിച്ചു ആ ഫേസ്ബുക്കിൻ്റെ. പിന്നെ 1-2 പ്രാവശ്യം കിട്ടിയപ്പോഴൊക്കെ ഞാൻ ലാപ്ടോപ്പിൻ്റെ EMI അങ്ങ് ക്ലിയർ ചെയ്തു. പിന്നെ എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന മൊബൈലോടും ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടിയിട്ട് എടുത്തതാണ്. അതിൻ്റെ EMI ക്ലിയറായി. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സാധനം മേടിക്കണമെന്ന് വെച്ചു. ഈ പ്രാവശ്യം പേയ്മെൻറ്റ് കിട്ടിയപ്പോൾ ആദ്യം ചെയ്തത് എൻ്റെ ഭാര്യയുടെ വലിയൊരു ആഗ്രഹം കൂടായിരുന്നു. അതൊന്ന് സാധിക്കാമെന്ന് വെച്ചു. അത് കാണിക്കുക വീഡിയോ. അങ്ങനെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടിയ സമ്മാനം കൊണ്ട് ഞാൻ ആദ്യം എൻ്റെ ഭാര്യയുടെ ആഗ്രഹം സാധിക്കുവാണ്. അങ്ങനെ ഇത് കണ്ടോ, നല്ല ഒന്നാമതിന് ഓൺലൈനിൽ നിന്ന് കിട്ടിയതാണ്. ഇതാ സൂപ്പർ സാധനം. അങ്ങനെ ഈ വർഷത്തെ സുക്കരണ്ണൻ്റെ സമ്മാനമാണ്. അപ്പോൾ അങ്ങനെ സമ്മാനം കിട്ടി. സുക്കരണ്ണൻ എനിക്ക് തന്ന സമ്മാനത്തിൻ്റെ എല്ലാവരും കാണിക്കുക. പൈസ കളയാൻ ശ്രമിച്ചില്ല. ആദ്യം എന്തായാലും മേടിക്കണമെന്ന് തോന്നി മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഫേസ്ബുക്കിൻ്റെ ഈ 2-3 മാസത്തിന് ശേഷം ആദ്യമായിട്ട് പേയ്മെൻറ്റ് കിട്ടി. ഒരിടവേളയ്ക്ക് ശേഷമാണ് അതിങ്ങനെ മേടിച്ചു. എങ്ങനെയുണ്ടോ, കൊള്ളാമല്ലോ. ഇത് 2500 രൂപയാണ് ഇതിൻ്റെ വില. ഇവിടെ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്, ആമസോണിൽ നിന്ന്.